Vaya, vaya, polla, polla. Vaya, vaya, polla, polla. Ulogama, melogama. Agayama, agalama. Amadi, tatadiya. Vaya, vaya, polla, polla. Vaya, 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 vaya. Oya, 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 oya. ഇന്നലത്തെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരെ വരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കാണല്ലോ. എന്തായി കാണിക്കുന്നത്? അച്ഛൻ എന്തിനാ ബഹളം കൂട്ടുന്നത്? അയാൾ അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെന്താ? ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സമ്മതിച്ചിരിക്കുന്നോ ഭരത? ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിയിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചിട്ട് വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയില്ല. അതൊരു വാശിയാ. അത് ഓപ്പൺ. അയ്യോ, എനിക്ക് പത്യമാണ്. ഞാൻ കഷായം ഒന്നും ചെയ്യല്ലേ.
മാറ്റടാ കൈ കൈ മാറ്റാൻ നീട്ടടാ കൈ സാറേ നീട്ടാൻ എന്നെ തല്ലല്ലേ സാറേ ഞാൻ ചത്തു സാറേ എന്നെ തല്ലല്ലേ കൊല്ലല്ലേ സാറേ നീ എന്താ ജെയിംസ് ഇവിടെ ഇരിക്കുന്നത്? ബൈക്ക് ഓടിക്കുന്നില്ലേ? മരണക്കറിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നു. കാലിനൊരു വേദന കൂടാതെ ഓടിക്കാനുള്ള വേറെ ആളുണ്ടല്ലോ. ഓ അത് ശരി. വരടാ, വരടാ, വരടാ. കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ. ഇത് വലിയ പാട് തന്നെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വേണം സാർ, വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല കഴിഞ്ഞില്ലേ, വേഗം ആട്ടെ. ഇയാൾ ഇവിടെ വന്നാലോ റിക്കാർഡ് വെച്ചല്ല കോച്ചിങ് കാണിക്കേ, ജനം ബഹളം കൊടുക്കും. പോവാ സാർ, വരും പുഷ്പേ വാ. அடிச்சேனே நான் கூட பார்த்து இது பாட்டல்ல நான் போடும் வேட்டு സ്കിൽ ഗെയിംസിനാണ് പെർമിഷൻ തന്നിട്ടുള്ളത്. സൂചിയുടെ സ്കിൽ ഗെയിം ആണോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സാർ. സൂചി എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സാർ. പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് സൂചി എറും. പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും. അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സാർ. സൂചിയേർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ? അയ്യോ അല്ല സാർ, സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ഇത് ധാരാളം മതി സാർ. പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത്. അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്ക് എന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും. ഇവിടെ നടക്കില്ല. ഇന്ന് നിർത്തണം. സൂചിയേറോ മറ്റോ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും. ഒന്നിനെ ഞാൻ വിടില്ല, എല്ലാത്തിനും ഞാൻ അകത്താക്കും. സാർ കൊണ്ടുപോണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ? ആകെ പ്രശ്നമായല്ലോ. എന്തായി സാർ? എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. അടുക്കുന്നില്ലല്ലോ സാറേ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ? പറഞ്ഞു, എന്നിട്ട് രക്ഷയില്ല. സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാശ് വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. എന്നിട്ടെന്താ? ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ? അങ്ങനെ പറയരുത് സാറേ. കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാള് സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്ത് വേണേ ചെയ്തു. ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാൽ കുറെ കേൾക്കും. ഇവിടെ മുച്ചിട്ടും കളിച്ചിട്ട് നടന്ന പാർട്ടിയല്ലേ, നടക്കുന്ന കാര്യമല്ലുണ്ട് പറമ്പായി. ഒരു കാര്യം ചെയ്യേ, വായിപ്പിക്കോ, ഞാൻ ശരിയായിക്കൊള്ളാം.
സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ. പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടത്. ഞാൻ വരട്ടെ? ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. ആ ആ സത്യത്തിൽ സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ വരട്ടെ? ഞാനിങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്കുക. എന്താ സാർ? കണ്ടില്ലേ, മുഴുവൻ പിഞ്ചുകളല്ലേ. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഈ മുച്ചിട്ടെന്താ അവിടെ കറങ്ങി നടക്കുന്നത്? അവനിപ്പോ എവിടെയാ ജോലി? നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്ക് ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് രണ്ട് എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യോടാ പുല്ലേ? അവരുടെ മേത്തെങ്ങാനോ ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല. പൂളിക്കളയും ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. പോയിക്കോ. എടാ ലോപം, താനെന്തിനാടോ പറയുന്നത്? ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്തിനാ സാറ് വഴക്ക് പറഞ്ഞതെന്ന്. മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 പ്രിയപ്പെട്ടവരെ, മാന്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേക സർപ്പയജ്ഞങ്ങൾ നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി കൂട്ടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. വഞ്ചിക്കൊടി എൻ കൊഞ്ചുംകിളി ഇഷ്ടപ്പെടി എന്നെ കട്ടിപ്പൊടി അടനിയാച്ച് നാനാച്ച്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം പാഴാക്കാതെ എല്ലാവരും പ്രതിജ്ഞയാണ്. പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. വലിയ കടിമൂർക്കൻ, കുഞ്ഞാലിമൂർക്കൻ, ചേരത്തുകളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് തുച്ഛമായ സംഭാവനയാണ് ഞങ്ങളുടെ മെച്ചമായ ആഹാരം. ഇട്ടാട്ടെ കേട്ടെ, ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ മടിക്കുന്നത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ അത് കൈ വെച്ചത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. ഇതൊക്കെ പാമ്പിന് അരി മേടിക്കാനുള്ളതല്ലേ? ഇട്ടാട്ടെ, ഇട്ടാട്ടെ. ആഹാരത്തിനുള്ളതല്ലേ? ഇട്ടാട്ടെ. അടലി, എട്ടടിമൂർക്കൻ, ശംഖുവരയൻ, കരിമൂർക്കൻ, രാജവെമ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൂ. വെളുപ്പിന് കൃത്യം 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയജ്ഞം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? അതെ,
ആ,